നമസ്കാരം. ചലച്ചിത്ര താരം ഭീമൻ രഘു എൻ്റെ നല്ല സുഹൃത്താണ്. വെള്ളി നക്ഷത്രത്തിൻ്റെ തുടക്കം മുതലേ അറിയാവുന്നയാളാണ്, സൗഹൃദമുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ചില ഓർമ്മകളാണ് ഇന്ന് പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രശസ്ത സംവിധായകനായ എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത അഗ്നി നിലാവ്. അപ്പോൾ ആ സിനിമ വെള്ളി നക്ഷത്രത്തിൻ്റെ തുടക്കകാലത്താണ്. അപ്പം ചിത്രാഞ്ജലിയിലായിരുന്നു എൻ്റെ ഷൂട്ടിംഗ്. അപ്പോൾ ഞാൻ അതിൽ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് വയലാർ മാധവൻകുട്ടി. 4 ഗാനങ്ങളുണ്ട്. ഉഷാ ഖന്നയാണ് അതിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹവുമായി കണ്ട് സംസാരിച്ച് ഈ ഗാനങ്ങളെക്കുറിച്ചും ഈ 4 ഗാനങ്ങളുടെ സിറ്റുവേഷനും അതിൻ്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന അതൊരു പുതിയ അനുഭവമായിരുന്നു. അപ്പോൾ അന്ന് നമ്മളത് എല്ലാം കേട്ട് വളരെ ആവേശഭരിതനായി. ഉഷാ ഖന്ന എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഹിന്ദിയിൽ നിന്നുള്ള സംഗീത സംവിധായികയാണ്. എൻ ശങ്കരൻ നായർ എന്ന് പറയുന്ന പ്രമുഖനാണ്. വളരെ മലയാളത്തിലെ വലിയ വൻ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള സാഹചര്യത്തിൽ ഇതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകാനുള്ള അവസരം ഉണ്ടായി. അപ്പോൾ അവിടെ ചിത്രാഞ്ജലിയിലായിരുന്നു ഈ ഷൂട്ടിങ്. നമ്മളൊരു ദിവസം രാത്രിയാണ് ഷൂട്ടിങ്ങിന് ചെന്നത്. ചിത്രാഞ്ജലിയിൽ തന്നെ ഒരു കാടും പടലും ഒക്കെയുള്ള ഒരു അന്തരീക്ഷമുണ്ട്, പിന്നെ കാവുകൾ പോലുള്ള ഉണ്ട്. അപ്പോൾ രാത്രി ഇങ്ങനെ HMI ലൈറ്റിൻ്റെ പ്രകാശത്തിൽ നമ്മളവിടെ ചെന്ന് അവിടെ ഒരു ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു എടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സിനിമയിലൊന്നും ഒരു ഫൈറ്റ് സീക്വൻസോ ഒന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പം അതിൽ ഉണ്ടായിരുന്നത് ഭീമൻ രഘുവാണ്. ഈ സിനിമ പത്രപ്രവർത്തന രംഗത്ത് വരുന്നതിന് മുമ്പ് കോളേജ് കാലത്തൊക്കെ ഭീമൻ രഘുവിൻ്റെ രംഗപ്രവേശവും അതുപോലെ ജയൻ്റെ ശേഷം ജയൻ്റെ സിംഹാസനത്തിലിരിക്കാൻ പ്രാപ്തനാണെന്ന് പറഞ്ഞാണ് ഇദ്ദേഹം ഭീമൻ എന്ന സിനിമയിലൂടെ വരുന്നത്. അപ്പോൾ ജയനുമായിട്ട് പുലബന്ധം പോലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ബോഡിയും ശരീരഘടനയൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനൊരു. അപ്പോൾ നമ്മൾ കോളേജ് കാലത്തൊക്കെ കോളേജിൽ പോയി ഭീമൻ സിനിമ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഈ ഷൂട്ടിങ്ങിൽ ലൊക്കേഷനിൽ ഇദ്ദേഹത്തെ കാണുകയാണ്. ഈ ഫൈറ്റ് രംഗങ്ങളെന്ന് പറഞ്ഞാൽ സിനിമയിലെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഈസിയാണ്, എന്നാൽ വളരെ ദുർഘടവുമാണ്, ഭയങ്കര കുഴപ്പങ്ങളും ഉണ്ടാകും. അപ്പോൾ അങ്ങനൊരു സന്ദർഭമാണ് ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ രാത്രി നല്ല കരിയില വീണ് കിടക്കുന്ന ഒരു പ്രതലം, അവിടെ ഈ നല്ല തട്ടാൻ തറ പോലെ അവിടുത്തെ നല്ല ചെമ്മണ്ണുള്ള ഉറച്ച തറയാണ്. അപ്പോൾ അവിടെയാണ് ഈ ഷൂട്ടിങ് ഫൈറ്റ് സീക്വൻസ്. അപ്പോൾ ഈ ഷൂട്ടിങ്ങിൽ ഭീമൻ രഘുവിനോടൊപ്പം ഫൈറ്റ് ചെയ്യാനായിട്ട് വരുന്നത് അക്കാലത്ത് സിനിമയിലേക്ക് വന്ന് നായകനിരയിലേക്ക് ഉയരുമെന്ന് എല്ലാവരും കരുതിയിരുന്ന ഒരു നടനാണ് ഋഷഭാവ. ഡോക്ടർ പശുപതി എന്ന് പറഞ്ഞ സിനിമയിലൂടെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു 2ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു അദ്ദേഹം ആണ് ഫൈറ്റ് സീക്വൻസിലുണ്ടായിരുന്നത്. അപ്പോൾ ഭീമൻ രഘു ഇതിനകത്ത് ഈ ഫൈറ്റും മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ പരിണിതപ്രജ്ഞനാണ്. അദ്ദേഹം പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറയുകയും ചെയ്യുകയും ഒരു കുറച്ച് സ്വതന്ത്രമായി വിട്ടാൽ അദ്ദേഹം വേണ്ടതും വേണ്ടാത്തതും എല്ലാം ചെയ്യുന്ന ഒരു ആണെന്ന് നമുക്ക് ആ കാഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലായി. അപ്പം ഈ ഒരു മാൻപേടെ പോലെ ഈ പാവം ഋഷഭാവ അവിടെ നിൽപ്പുണ്ട്, നല്ല വെളുത്ത് കാണാൻ നല്ല സുമുഖനായി മെലിഞ്ഞ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പശുപതിയിലെ ഒരു മീശ മാത്രമേ നമുക്കൊരു എന്തൊക്കെ ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളൂ, ഒരു വരയം മീശ. പക്ഷേ ഇപ്പോൾ ഞാൻ തന്നെ നമുക്ക് ആ ചിരിയും അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു, അങ്ങനെ സംസാരിച്ചു അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഫൈറ്റ് മാസ്റ്റർ ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ ഫൈറ്റ് രംഗം വന്നു, കുറച്ച് ഷോട്ട്സുകളൊക്കെ എടുത്തു. അതിനുശേഷം ഈ ഭീമൻ രഘുവായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഇങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ കറക്കിയിടുന്നൊരു സാധനമാണ്, ഒരു ആക്ഷനായിരുന്നു അത്. ഈ ഋഷഭാവ വന്ന തുടക്കക്കാരൻ്റെ ഒരു ആവേശമുണ്ടല്ലോ, സിനിമയിൽ മുഖം കാണിച്ച് ഒരു നായകനായിട്ട് വരികയും അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആവേശത്തിൽ നിൽക്കുന്നൊരു പ്രായമാണ് ഋഷഭാവ. ഇങ്ങനെ ഇയാൾ പൊക്കിയെടുത്തിട്ട് ഋഷഭാവ ഇങ്ങനെ തിരശ്ചീനമായിട്ട് അന്തരീക്ഷത്തിൽ നിന്നിട്ട് നേരെ ആ തട്ടാൻ തറയിലേക്ക് വന്ന് വീണു. അദ്ദേഹത്തിൻ്റെ ഈ നടു ഇടിച്ച് വീഴുന്നത് എനിക്കിപ്പോഴും ആ ശബ്ദം ഞാൻ അന്തം വിട്ടുപോയി. അപ്പം പെട്ടെന്ന് തന്നെ ഋഷഭാവ ചാടി സാരമില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചാടി എഴുന്നേറ്റ്. അങ്ങനെ അന്നത്തെ ഷൂട്ടിങ് കഴിഞ്ഞ് നമ്മൾ പോയി. പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞ് ഇദ്ദേഹത്തെ കാണുമ്പോഴാണ് ആ രാത്രി അദ്ദേഹം ഉറങ്ങിയില്ല. അതിനടുത്ത ദിവസങ്ങളിലൊക്കെ ആശുപത്രിയിലായി. നട്ടലിനൊക്കെ ഒരു നടുവിന് ക്ഷതം പറ്റി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സീരിയൽ അഭിനയ രംഗത്ത് വളരെ സജീവമായിരുന്നപ്പോൾ ഋഷഭാവയെ തടിച്ച്, ആ ജോൺ ഹോനായി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച മനോഹരനായ മനുഷ്യനാണ്, ഭയങ്കരമായി തടിച്ച് ഒരവസ്ഥയിൽ കണ്ടു. അപ്പോൾ ഋഷഭാവ പറഞ്ഞ അന്നത്തെ ആ വീഴ്ചയിൽ നടുവിന്. അപ്പോൾ അതിനുശേഷമാണ് ഇത്ര
പാരമ്പര്യമായിട്ട് അവർക്ക് തടിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാലും പുള്ളി ഇങ്ങനെ വല്ലാത്തൊരു നിലയിലേക്ക് തടിച്ചു. ഈ ഫൈറ്റ് രംഗങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര അപകടമാണ്. അപ്പോൾ അത് പുതുമുഖ താരങ്ങളും ആവേശം കൊണ്ട് മോഹൻലാലിനെയും മറ്റും അതുപോലെയുള്ളവരെയൊക്കെ കണ്ട് ആവേശം കൊണ്ട് ജയനെയൊക്കെ കണ്ട് ആവേശം കൊണ്ട് ഫൈറ്റിലേക്ക് ഇറങ്ങിയാൽ ഇതുപോലത്തെ കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഞാനീ പറഞ്ഞു വന്നത് ഭീമൻ രഘുവിനെ കുറിച്ചാണ്. ആളെ ഒരു രസികനാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് പുള്ളി അത് അന്ന് അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ എന്നറിയത്തില്ല. പുതുമുഖ താരങ്ങൾ വരുമ്പോൾ അങ്ങനെ ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനൊരു ആയിരിക്കും. പക്ഷേ അത് കുറച്ച് കടുപ്പമായിപ്പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും ഒരു സംഭവം. അപ്പം ഇത് പറയാൻ കാര്യം, ഈ സിനിമയിലെ ഫൈറ്റ് സീക്വൻസും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലും ഒരുപാട് അനുഭവ പാഠങ്ങളുണ്ട്. കാരണം നമ്മുടെ പ്രമുഖ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും അവർ തുടക്കകാലത്ത് ഇതുപോലെ ഭയങ്കര ഫൈറ്റും അതിരാത്രം എന്നൊക്കെ പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെയൊക്കെ ഫൈറ്റും ചാടുന്നൊക്കെ ഉള്ള പോസ്റ്റർ നമുക്ക് ഓർമ്മയില്ലേ? അതുപോലത്തെ. അപ്പം ഈ അടുത്ത കാലത്ത് ഏറ്റവും അവസാനം ഞാൻ കാണുന്ന സമയത്ത് മമ്മൂട്ടി എടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫൈറ്റ് 30-35 സിനിമകളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി മോഹൻലാലും അവരൊരുമിച്ച് അഭിനയിക്കുന്ന വളർന്നു വരുന്ന ഒരു കാലത്ത് കുറേയധികം സിനിമകൾ ഒരുമിച്ച് അഭിനയിക്കും. അപ്പം വളരെ റിസ്കി ആയിട്ടുള്ള രംഗങ്ങളിലാണ് മോഹൻലാൽ അഭിനയിക്കുന്നതെന്നാണ് മമ്മൂട്ടി പറയുന്നത്. വളരെ കയറുമേ തൂങ്ങി കയറുക, അല്ലെങ്കിൽ തൂങ്ങി ചാടി ഇറങ്ങുക, അങ്ങനെയൊക്കെയുള്ള. അപ്പം മോഹൻലാലിന് ശരിക്കും നടുവിന് ക്ഷതം പറ്റിയിട്ടുള്ള ഒരു താരമാണ്. അതുപോലെ തന്നെ മമ്മൂട്ടിയും എല്ലാ വർഷവും ഈ മുട്ടിന് ഭയങ്കര അദ്ദേഹത്തിന് ഈ മുട്ടിന് പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് പൂച്ചിടുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പം ഈ ഫൈറ്റ് എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഋഷഭാവയ്ക്ക് ഇത് സംഭവിച്ചു. പിന്നെ അദ്ദേഹം ഇപ്പം നിർഭാഗ്യവശാൽ അദ്ദേഹം വിടവാങ്ങി. ഞാൻ ഒരു ഓർമ്മ പറഞ്ഞ് ഭീമൻ രഘുവിൻ്റെ ഒരു കാര്യം ആലോചിച്ച് ഭീമൻ രഘുവിനെ കുറിച്ച് ആലോചിക്കുമ്പോഴെല്ലാം ഓർക്കുന്നൊരു കാര്യമാണ്. അപ്പം അത് മറ്റൊരു സംഭവം.